വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. ഇഡ്ഡലിയും ദോശയും എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. നിറയെ വെറൈറ്റി ചട്നീസ് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കണ്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് ഇളം പച്ച കളറിലെ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാറുണ്ടല്ലോ. നമ്മളതുപോലെ വീട്ടിൽ വന്ന് ട്രൈ ചെയ്യും. ഇൻഗ്രീഡിയൻസൊക്കെ മാറ്റിയും മറിച്ചും ഒക്കെ ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു റിസൾട്ട് കിട്ടിയ ഒരു ചമ്മന്തിയാണിത് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്നിനി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരൈറ്റം കൂടെ ചേർത്തിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ആദ്യത്തെ ഒരു 15-20 സെക്കൻഡ് നേരത്തേന് ഉഴുന്ന് മാത്രമായിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തീ നല്ലവണ്ണം കുറച്ച് തന്നെ വെക്കണം. ഉഴുന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ പൂളി തന്നെ എടുക്കുക. ഒരു 2 ഇഞ്ച് നീളത്തിൽ ഈ ഒരു കനത്തിലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടോടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് മൂത്ത് വരുന്നിടം വരെ ചെറു തീ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഒരു കാരണവശാലും കൂട്ടിക്കൊടുക്കരുത്. ചെറു തീ തന്നെ ഉഴുന്ന് മൂത്ത് വരണം. എല്ലാ ഉഴുന്നും ഒരുപോലെ തന്നെ മൂത്ത് വന്നാൽ മാത്രമേ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ സമയം കൊണ്ട് തേങ്ങയും നല്ലവണ്ണം ചൂടായിക്കോളും. തിരുമിയ തേങ്ങ ചേർക്കുന്നതിലും നല്ലത് ഇതുപോലെ പൂളി എടുക്കുന്നത് തന്നെയാണ്. തേങ്ങ പൂളി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ, ഒന്നുകിൽ ചെത്തിക്കളയണം, ഇല്ലെങ്കിൽ നല്ലവണ്ണം ചുരണ്ടി ഒരു പൊടി പോലെ വരും. അതൊന്ന് കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ പൂളി എടുത്ത തേങ്ങ കഴുകി ആ നനവോട് കൂടി തന്നെ അങ്ങ് ചേർക്കരുത്. ഉഴുന്നിൻ്റെ കൂടെ അല്ല ചേർക്കുന്നത്, ഡ്രൈ ആയിട്ട് ചേർക്കുക. നമ്മൾ ആദ്യമേ വലിയ പീസായിട്ട് പൂളി എടുക്കുമല്ലോ, അപ്പോഴേ കഴുകിയിട്ട് ടവലിലൊന്ന് ഒപ്പിയെടുത്ത് വെള്ളം കളഞ്ഞിട്ട് പീസാക്കിയിട്ട് ചേർക്കുക. എല്ലാ ഉഴുന്നും ഒരുപോലെ കളറ് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരളവ് വരെ ചെറു തീയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി ഇത് ചേർക്കേണ്ടത് ചെറുള്ളിയാണ്. ഞാനിവിടെ ഒരു 20 എണ്ണത്തോളം ചെറുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് 5 വെളുത്തുള്ളി അല്ലി ചേർക്കുക. ഇനി ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, 4 എണ്ണം. കൂടെ തന്നെ ഒരു 7-8 കറിവേപ്പില കൂടി ചേർക്കുക. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ചെറിയൊരു കഷ്ണം പുളിയാണ്. ഞാനിത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ പീസായിട്ട് തോന്നുന്നത്. പേരിന് വേണ്ടി ചേർക്കുകയെന്ന് പറയില്ല, അതുപോലെ വളരെ കുറച്ച് പുളി ചേർത്താൽ മതി. പുളി ഇതിൽ മുന്നേ നിൽക്കരുത്. പുളി ചേർത്തില്ലെങ്കിൽ ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി അതേ ചെറിയ തീ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ ആ കളർ, ആ പർപ്പിൾ കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി. അത്രയും വഴറ്റിയാൽ മതി. വലിയ ഉള്ളികളൊക്കെ രണ്ടായിട്ടൊന്ന് ഞാൻ കീറിയിട്ടിട്ടുണ്ട്, ഒരേ സൈസ് ആകാൻ വേണ്ടി. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള മാത്രമായിട്ട് ചേർക്കാം. ചെറുള്ളി സവാളയോടെ മിക്സ് ചെയ്തും ചേർക്കാവുന്നതാണ്. അതുപോലെ എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് കൂടെ കൂടുതലായിട്ട് ചേർക്കുക. അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ട് ഇങ്ങനെ പിളർത്തി ഇടരുത്. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിൻ്റെ അരിയെല്ലാം വെളിയിൽ വന്നിട്ട് അത് കരിഞ്ഞിരിക്കുക അവിടെ ഇവിടെയായിട്ടൊക്കെ. അത് നല്ലതല്ല. ഉള്ളിയുടെ കളറ് മാറി വന്നത് കണ്ടില്ലേ, ഇത്രയും മതി. ഇനി ഇതിലോട്ട് 2 നുള്ളു മാത്രമായിട്ട് കായപ്പൊടിയുടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി, ആ ചൂടോട് കൂടി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല കനമുള്ള കടായി ആയത് കാരണം ഇനി ആ കടായിയുടെ ചൂട് മതി. നല്ല ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, തണ്ടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മല്ലിയില ആ ചൂട് കൊണ്ടൊന്ന് ഒതുങ്ങി വരും. അത്രയും നേരം ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. മല്ലിയിലയുടെ ആ പച്ച കുത്തി നിന്ന് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇത്രയും ചൂട് മതി. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയോ അല്ലെങ്കിൽ അതേ കടായി തന്നെ ഒന്ന് നിരത്തിയിടാം. നന്നായിട്ടൊന്ന് ആറി വരട്ടെ.
ഇനി ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആറിയിട്ടുണ്ട്. വഴറ്റി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതാദ്യമേ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. ഈ പരിപ്പും ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇതാ ഇത്ര അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിൽ വെള്ളം ചേർക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്നി പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല. പിന്നെ നിങ്ങളിപ്പോൾ അരച്ചിട്ട് ഇപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചട്നിക്ക് സാധാരണ പച്ചവെള്ളം ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഇതാ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ഒരു കട്ടിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ലൂസാക്കി എടുക്കാം. കുറച്ച് ഉപ്പ് പോരാഴികയുണ്ട്, ചേർത്തിളക്കാം. ഇതൊരു 4 അല്ലെങ്കിൽ 6 പേർക്ക് കഴിക്കാവുന്ന ഒരളവിലുണ്ട്. ഈ ഒരളവിലാണ് ലൂസാക്കിയിരിക്കുന്നത്. ഒത്തിരി അങ്ങ് ലൂസാക്കുകയും വേണ്ട. ഇതിലും കട്ടിക്കെടുക്കുക, അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടി ലൂസാക്കി എടുക്കുക. ആ ഒരു പരുവത്തിൽ വെള്ളം ചേർക്കുക. ഇനി ഇതിൽ താളിച്ചൊഴിക്കണം. താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഉഴുന്നുപരിപ്പൊന്നും ചേർക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പുളി മുന്നേ നിൽക്കരുത്. ഈ ചമ്മന്തിയിൽ എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണിത്. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ വെറൈറ്റി ചട്നിയായ കാബേജ് ചട്നിയും ചുരക്ക ചട്നിയും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ കാബേജ് ആണെന്നോ ചുരക്കയാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. താല്പര്യമുള്ളവരൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.